നമ്മുനാരി കുടുംബയോഗം വെബ്സൈറ്റിലേക്ക് സ്വാഗതം. അല്പം ചരിത്രം. 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിൽ അടൂർ ഭാഗത്തു നിന്നും മുതാൽ കുടുംബത്തിൽപ്പെട്ട വർക്കി എന്ന പിതാവ് നാടുവിട്ട എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം പഞ്ചായത്തിൽ ഊരക്കാട് എന്ന ദേശത്ത് ജോലി അന്വേഷിച്ച് എത്തിച്ചേർന്നു. ഊരക്കാട്ടുകരയിലെ പ്രശസ്തമായ നമ്മുനായത്ത് മനയിൽ വർക്കി ജോലി അന്വേഷിക്കുകയും കൃഷിക്കാര്യത്തിൽ സഹായിക്കാനായി വർക്കിയെ അന്നത്തെ തമ്പുരാൻ നിയമിക്കുകയും ചെയ്തു. വർക്കിയുടെ അധ്വാനശീലവും കൃഷിയിലുള്ള പ്രാവീണ്യവും കണ്ടറിഞ്ഞ് മനയിലെ കാര്യസ്ഥനായി വർക്കിക്ക് സ്ഥാനക്കയറ്റം നൽകി. കപ്പ, വാഴ, നെല്ല്, വെറ്റിലക്കൊടി എന്നീ കൃഷികൾ ചെയ്ത് മനയ്ക്ക് നല്ല ആദായമുണ്ടാക്കി കൊടുത്തു. മനക്കാർ ഇദ്ദേഹത്തെ വിവാഹം കഴിപ്പിക്കുകയും മനയോട് ചേർത്ത് താമസിക്കുവാൻ അനുവദിക്കുകയും ചെയ്തു. മുതാലിൽ നിന്നും വന്നവരായതിനാൽ മുതാലിമാർ എന്ന കളിപ്പേരിലും നമ്മുനാരി വീട്ടുകാർ അറിയപ്പെട്ടിരുന്നു. പിൽക്കാലത്ത് വർക്കിക്ക് 9 മക്കൾ ജനിച്ചതായി പറയപ്പെടുന്നു. ഇവർക്ക് വർക്കി, പൗലോസ്, മാത്തു, കുര്യാക്കോസ്, ചാക്കോ, താപ്പിരി എന്ന പേരായിരിക്കണം വിളിച്ചതെന്ന് അനുമാനിക്കുന്നു. കാരണം എല്ലാ മേഖലയിലെയും കുടുംബത്തിൽ ഈ പേരുകളുണ്ട്. നമ്മുനായത്ത് മനയിൽ താമസക്കാരായതിനാൽ ആയിരിക്കണം നമ്മുനാരി എന്ന വീട്ടുപേരുണ്ടായതെന്ന് പറയപ്പെടുന്നു. നമ്മുനാരി വീട്ടുകാർ അധ്വാനശീലരും ദൈവവിശ്വാസികളുമായിരുന്നു. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് നെടുവിലങ്ങുകരയിൽ വർക്കി എന്ന പിതാവിന് പൗലോസ് എന്ന മകൻ ജനിക്കുകയും ഇദ്ദേഹത്തെ വൈദികനാക്കുകയും ചെയ്തു. ഈ പിതാവിൻ്റെ പേരാണ് വർക്കി പൗലോസ് കത്തനാർ. ഈ പിതാവ് മോറയ്ക്കാല പള്ളിയിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തിരുന്നതായി പള്ളി രേഖകൾ പറയുന്നു. 1903 താമരച്ചാൽ പള്ളി സ്ഥാപിതമായപ്പോൾ ഈ പിതാവ് താമരച്ചാൽ പള്ളിയിൽ വൈദിക ശുശ്രൂഷയ്ക്കായി വരികയും 1914 നവംബറിൽ നിദ്ര പ്രാപിക്കുകയും ചെയ്തു. വർക്കി പൗലോസ് കത്തനാരുടെ മകനാണ് മാക്കീനിക്കര പൗലോസ് കത്തനാർ. ഇദ്ദേഹം കിഴക്കമ്പലം താമരച്ചാൽ പള്ളികളിൽ വൈദിക ശുശ്രൂഷ നടത്തി. 1951 നിദ്ര പ്രാപിച്ചു. നമ്മുനാരി വീട്ടുകാർ പല കുടിപ്പേരുകളിലും അറിയപ്പെടുന്നു. പുത്തൻപുര, കരിശ്ശേരിക്കുടി, കുടിലിക്കുടി, ഐത്തോളി, കപ്പള എന്നിവരാണത്. കാലക്രമേണ കുടുംബക്കാർ വർദ്ധിക്കുകയും ഊരക്കാട് മേഖലയിൽ കൃഷിഭൂമി തികയാതെയും വന്ന സാഹചര്യത്തിൽ ഇവിടെ നിന്നും കിഴക്കമ്പലം, സേനാപതി, മുറിവിലങ്ങ്, മലയടംതുരുത്ത്, എഴിപ്രം, കാരുകുളം, വേങ്ങൂർ, അറയ്ക്കപ്പടി, മരോട്ടിച്ചാൽ, പുൽപ്പള്ളി, കേളകം, അട്ടപ്പാടി എന്നീ പ്രദേശങ്ങളിലേക്ക് നമ്മുടെ പൂർവികർ കുടിയേറി പാർക്കുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും പുതുതായി കുടിയേറി പാർത്ത നമ്മുനാരി വീട്ടുകാർ നമ്മനായിൽ എന്ന പേരുകളിലും അറിയപ്പെടുന്നു. പൗരോഹിത്യ പദവിയിലുള്ളവരാണ് നമ്മുനാരി കുടുംബക്കാർ. നമ്മുനാരി കുടുംബത്തിൽ യാക്കോബായ, കത്തോലിക്ക, കൽദായ, പന്തിക്കൊസ്ത്, മലങ്കര കത്തോലിക്ക എന്നീ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നവരും ഉണ്ട്. മരോട്ടിച്ചാലിൽ കൽദായ വിഭാഗവും, പുൽപ്പള്ളിയിൽ കത്തോലിക്ക വിഭാഗവും, വടക്കാഞ്ചേരിയിൽ പെന്തക്കോസ്ത് വിഭാഗവും മറ്റു മേഖലകളിൽ യാക്കോബായ വിഭാഗവും സ്നേഹത്തോടെ താമസിക്കുന്നു. ഇപ്പോൾ നമ്മുനാരി കുടുംബത്തിൽ 3 ശ്രേഷ്ഠരായ വൈദികരും 7ഓളം പാസ്റ്റേഴ്സും ഉണ്ട്. കുടുംബയോഗ രൂപീകരണം. നമ്മുനാരി വീട്ടുകാർ പല മേഖലകളിലും പരസ്പരം അറിയാതെ കിടന്ന സാഹചര്യത്തിൽ കുടുംബയോഗം രൂപീകരിക്കുന്നതിനെ പറ്റി ചിന്തിച്ചു. പല സ്ഥലങ്ങളിലുമായി കിടന്നവരെ ഒന്നിച്ചു ചേർക്കുക എന്നത് ശ്രമകരമായിരുന്നു. പല വർഷങ്ങളിലായി കൂടിയാലോചിച്ച് 2008 വേങ്ങൂർ മേഖലയിൽ ശ്രീ NV ഉലകന്നാൻ ചേട്ടൻ്റെ നേതൃത്വത്തിലും വിലങ്ങ് മേഖലയിലെ NV പൗലോസ്, ശ്രീ NV മാണി, ശ്രീ NV ജേക്കബ്, ഫാദർ NG ജേക്കബ്, മാക്കിനിക്കര മേഖലയിൽ ശ്രീ NA പൗലോസ്, സേനാപതി മേഖലയിൽ NV വർഗീസ്,
എൻ വി മത്തായി, പള്ളിക്കര മേഖലയിൽ പരേതനായ എൻ ഇ മാത്തപ്പൻ, കിഴക്കമ്പലം മേഖലയിൽ ശ്രീ എൻ എം ഐസക്, പട്ടാലിൽ ശ്രീ എൻ കെ പൗലോസ്, നടക്കാവിൽ ശ്രീ എൻ കെ പൗലോസ് എന്നിവരുടെ സഹകരണത്തോടെ 2009 മെയ് മാസം 3-ാം തീയതി വിലങ്ങ് മേഖലയിൽ ശ്രീ എൻ വി ജേക്കബിൻ്റെ ഭവനത്തിൽ വെച്ച് ആലോചനായോഗം കൂടുകയും ഭാവി പരിപാടികൾക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. 8/11/2009 നമ്മണാരി കുടുംബയോഗം രൂപീകരിക്കുകയും ആദ്യ വാർഷിക യോഗം താമരച്ചാൽ സെൻറ്റ് മേരീസ് പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയും ചെയ്തു. ആദ്യകാല പ്രസിഡന്റ് ശ്രീ എൻ വി ഉലഹന്നാനും സെക്രട്ടറി ശ്രീ എൻ എ പൗലൂസുമായിരുന്നു. 2011 വാർഷികത്തിൽ വച്ച് ശ്രീ എൻ എ പൗലൂസിനെ പ്രസിഡൻ്റായും ശ്രീ എൻ എം ഐസക്കിനെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. ഈ കമ്മിറ്റിയുടെ ഉത്സാഹത്തിലാണ് ഇപ്പോൾ കാണുന്ന എല്ലാ കുടുംബക്കാരെയും കുടുംബയോഗത്തിൽ അംഗങ്ങളായി ചേർത്തത്. ഇപ്പോൾ ഏകദേശം 210 കുടുംബങ്ങൾ നമ്മുടെ കുടുംബയോഗത്തിലുണ്ട്. ഇതുവരെ 6 വാർഷിക യോഗങ്ങൾ നടത്തി എല്ലാ കമ്മിറ്റിക്കാരും ആത്മാർത്ഥതയോടെ സഹകരിക്കുന്നു. ചാരിറ്റി പ്രവർത്തനമാണ് നമ്മണാരി കുടുംബയോഗത്തിൻ്റെ പ്രധാന ലക്ഷ്യം. എല്ലാ വർഷവും അർഹരായവർക്ക് ഫണ്ടിൽ നിന്നും സാമ്പത്തിക സഹായം ചെയ്തു വരുന്നു. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന 2011 കുടുംബയോഗ ഡയറക്ടറി പ്രസിദ്ധീകരിച്ചു. 2013 മുതൽ നമ്മണാരി കുടുംബ മക്കളുടെ കലാവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പൈതൃകം എന്ന പേരിൽ കുടുംബ ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചു വരുന്നു. ഈ വർഷം വെബ്സൈറ്റ് തുടങ്ങുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നമ്മണാരി കുടുംബയോഗം ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് കുതിക്കുന്നു.